ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ 2 ദിവസത്തെ വിശേഷങ്ങളാണ് ഉള്ളത്. ഇന്ന് ശരിക്കും തിരുവോണത്തിൻ്റെ തലേദിവസമാണ്. രാവിലെ തന്നെ മമ്മി ഇഞ്ചിക്കറി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. ഇഞ്ചിയെല്ലാം വറുത്ത് നന്നായിട്ട് തണുക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. രാവിലെ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തു. അപ്പോഴത്തേക്കും ഐറ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെയും കൊണ്ടുവന്ന് കുറച്ച് നേരം ഇങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ വന്നിരുന്നേ. ഞങ്ങൾ ട്രിവാൻഡ്രത്ത് വെക്കുന്നത് പോലെ അല്ല കേട്ടോ ഇവിടെ ഇഞ്ചിക്കറി വെക്കുന്നത്. മമ്മി വേറൊരു രീതിക്കാണ് കേട്ടോ വെക്കുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചു. പിന്നെ ഡ്രസ്സൊക്കെ കുറേ വാഷ് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ടു. ഇവിടെ മീനിങ്ങനെ വണ്ടി കൊണ്ടുവരുമ്പോഴാണ് കേട്ടോ മേടിക്കുന്നത്. മാർക്കറ്റിൽ ഇടയ്ക്കൊക്കെ പോകാറുള്ളത്. പക്ഷേ ഇവിടുത്തെ മീനിന് നമ്മുടെ അവിടുത്തെ അപേക്ഷിച്ച് ഭയങ്കര വിലയാണ് കേട്ടോ. ഇഞ്ചിക്കറിയൊക്കെ വെച്ചിട്ട് അടുത്ത് നാരങ്ങ അച്ചാറുണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. മമ്മി വേവിച്ചിട്ട് അത് കട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ വെള്ള ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ അപ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ ഡ്രസ്സെല്ലാം ഓക്കെ ആയിട്ടുണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കൊണ്ട് മേളിൽ വെയിലത്തിട്ട്, നല്ല വെയിലുണ്ട് കേട്ടോ. കുറച്ച് സമയം ഇടുമ്പോഴത്തേക്കും തന്നെ ഡ്രസ്സൊക്കെ നല്ല ഉണങ്ങി കിട്ടുന്നുണ്ടായിരുന്നേ. ഇത് അപ്പുറത്തെ ആൻറ്റിയുടെ വീട്ടിലെ പേരയാണ് കേട്ടോ. നിറയെ മുഴുവൻ പേരയ്ക്കാണേ. ഇപ്പം ഞങ്ങൾ പറിച്ചെടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലെ തന്നെയാണ്. അങ്ങനെ അതിൽ നിന്ന് നല്ലൊരു പഴുത്ത പേരയ്ക്കൊക്കെ കണ്ട ഇറക്കി പൊട്ടിച്ചൊക്കെ കൊടുത്തു. ഞങ്ങൾ ശരശൻ്റെ വീട്ടിലോട്ട് വന്നപ്പോൾ മാർക്കറ്റിൽ നിന്നും പേരയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇത്രയും പേരയ്ക്ക ഉണ്ടെന്ന് അറിയണ്ടായിരുന്നില്ലേ. അങ്ങനെ അതും മേലെ നിന്ന് പൊട്ടിച്ചെടുത്തതും എല്ലാം കട്ട് ചെയ്തൊക്കെ എടുത്തു. അയറയുടെ വെളുത്തുള്ളിയൊക്കെ ചതച്ചുകൊണ്ടിരിക്കുവാണേ. മമ്മിക്ക് ശരിക്കും BP ഒക്കെ ഉള്ളതാണ് കേട്ടോ. പക്ഷേ എന്നാലും എല്ലാ അച്ചാറും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. നാരങ്ങയും ഇഞ്ചിയും മാങ്ങയും ലൗലോലിക്കാണ് കേട്ടോ, അതും എല്ലാം ഉണ്ട്. അയറ അത് കുറേ തട്ടുന്നുണ്ട് കേട്ടോ, കുറേ സമയമായിട്ട്. മമ്മിയാണ് കേട്ടോ മീൻ മുറിക്കുന്നത്. ചൂരയും മേടിച്ചിട്ടുണ്ടായിരുന്നു, അയലയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂരയിൽ വറുക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. അയറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശേഷം പുറത്തുനിന്ന് ഇങ്ങനെ കരിക്കൊക്കെ പൊട്ടിച്ചെടുത്ത് കേട്ടോ. കുഞ്ഞി തെങ്ങാണ് കേട്ടോ, അത് നട്ടിട്ട് കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ. വേഗം തന്നെ കായ്ച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പൊക്കാൻ പറ്റാത്തത് എല്ലാം പൊക്കിയെടുത്തോണ്ട് അയറ പോകുന്നുണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ പിന്നെ പപ്പ അതൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒരു പാത്രത്തിലൊഴിച്ചൊക്കെ കുടിക്കാനൊക്കെ കൊടുത്തു. അങ്ങനെ കരിക്കൊക്കെ കഴിച്ചു കേട്ടോ. ആൾ ഭയങ്കര ഹാപ്പിയായി, നല്ല ഇഷ്ടമായിനെ. ഇവിടെ പുറത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, പല തരത്തിലുള്ള ഫ്രൂട്ട്സിൻ്റെ അങ്ങനെയൊക്കെ. ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇത്രയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പിറ്റേ ദിവസം ഇന്ന് തിരുവോണത്തിൻ്റെ അന്നാണ് കേട്ടോ, രാവിലെ ഉള്ളതാണേ. ഞങ്ങളവിടെ നിന്ന് കോൺ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ രാവിലെ അത് വേവിക്കാമെന്ന് വെച്ചേ. അതിങ്ങനെ ഉപ്പിട്ട് പുഴുങ്ങിയിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം രാവിലെ പൊട്ടിച്ച് കുക്കറിലൊക്കെ വെച്ച് വേവിച്ചെടുത്ത്. മമ്മി രാവിലെ തന്നെ അവിയലും സാമ്പാറും എല്ലാം ആക്കാനുള്ള പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യുന്നുണ്ടായിരുന്നേ. അപ്പം ചിക്കൻ കറി വയ്ക്കാൻ എനിക്കാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാവിലെ തന്നെ അയറ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ ശരിക്കും അതിനുള്ള എല്ലാം ആക്കി കുറച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ റെഡിയാക്കി. ഭയങ്കര വലിയ രീതിക്കൊന്നും അല്ലെങ്കിലും കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് അങ്ങനെ സദ്യ പോലെ ആക്കാനാണ് കേട്ടോ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിക്കനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചിക്കൻ പൊരിച്ചു, പിന്നെ ചിക്കൻ കറി വെക്കുകയും ചെയ്തു കേട്ടോ. അത് രണ്ടും ഞാൻ ഉണ്ടാക്കി. ബാക്കി പച്ചക്കറികളുടെ കറികളൊക്കെ മമ്മിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് സമയം പുറത്തൊക്കെ വന്നു കേട്ടോ. പുറത്ത് ഇവിടെ കാണാൻ ഭയങ്കര രസമാണ്. മമ്മി ഒരുപാട് ചെടികളൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്, പല കളറിലുള്ള ഇലകളും. പിന്നെ എനിക്ക് കുറേ എണ്ണത്തിൻ്റെ പേരൊന്നും അങ്ങനെ അറിയത്തില്ല കേട്ടോ. പൂക്കൾ തന്നെ കുറേ ഇങ്ങനെ വിരിഞ്ഞെല്ലാം നിൽപ്പുണ്ടേ. അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി ഫുള്ള് കുറേ സമയം നിന്നു. ഹൈറ അതിൽ നിന്ന് കുറേ പൂവെല്ലാം പിച്ചിയെല്ലാം എടുത്തു കേട്ടോ. അങ്ങനെ പുറത്തുനിന്നെല്ലാം വന്ന് ഐറയുടെ കുളിയൊക്കെ കഴിഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ ഇട്ടെ ഞങ്ങളിങ്ങോട്ട് വരുന്നതിൻ്റെ അന്ന് പർച്ചേസിങ്ങിനെല്ലാം പോയില്ലേ, അന്ന് വാങ്ങിയ ഉടുപ്പാണ് കേട്ടോ ഐറയ്ക്ക് ഇട്ട് കൊടുത്തത്. അവളൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഞാനും പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. ഞങ്ങൾ സദ്യയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. ഐറയുടെ കുറച്ചിങ്ങനെ ഫാഷൻ ഷോയൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഇന്നത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് കേട്ടോ. കുറേ കറികളൊക്കെ വെച്ച് കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് സദ്യ പോലെ കഴിക്കുന്നത്. നല്ല ഉണ്ടായിരുന്നു കേട്ടോ. ഐറയ്ക്കും ഇലയിട്ട് വിളമ്പി ഫുഡൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ ചിപ്സും ഉപ്പേരിയൊക്കെ കഴിച്ചതല്ലാതെ ആൾ ചോറൊന്നും തൊട്ടിട്ട് കൂടി ഉണ്ടായിരുന്നില്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന് കുറച്ച് സമയം ഇരുന്നു കേട്ടോ. സദ്യ കഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണമല്ലേ. അങ്ങനെ കുറേ സമയം അങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു. പുറത്ത് നിറയെ കിളികളൊക്കെ വരുന്നുണ്ട്. അടുത്ത് പേരമരവും പിന്നെ പൂക്കളൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഫുള്ള് കിളികളുടെ സൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഈ ഒരു ഏരിയ ഭയങ്കര സൈലൻ്റാണ്.
അങ്ങനെ ചെടികളൊക്കെ ആസ്വദിച്ച് കുറേ സമയം നടന്നു കേട്ടോ. ഐറയും കൂടെ ഉണ്ട്. ഐറയ്ക്ക് ഇങ്ങനെ പൂവൊക്കെ പിച്ചി എടുക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് പക്ഷേ ഇങ്ങനെ നിന്ന് കാണുന്നതാണ് കേട്ടോ ഭംഗി. ഭയങ്കര ഇഷ്ടവും ഇങ്ങനെ പിച്ചെടുത്ത് അത് വേസ്റ്റാക്കി കളയുന്നതിനോട് അത്ര ഇഷ്ടമില്ല. നിന്ന് കാണുമ്പോഴല്ലേ അതിന് ശരിക്കും ഭംഗിയുള്ളത്. ശരിക്കും ചെടികൾ മാത്രമല്ല കേട്ടോ, കുറേ ഇങ്ങനെ ഔഷധവും അങ്ങനത്തെ മരുന്ന് ചെടികളും അങ്ങനെയൊക്കെ കുറേ ടൈപ്പിലുള്ള നട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ സമയം അയറയായിട്ട് പുറത്തൊക്കെ ഇരുന്ന് കളിച്ച് കേട്ടോ. അവൾക്കും പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ പുറമെ ഇങ്ങനെ ഓടിക്കളിക്കാനും അതിനൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. തിരുവോണത്തിൻ്റെ അന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വൈകുന്നേരം പിന്നെ ടി വി ഒക്കെ വെച്ച് അങ്ങനെ സിനിമയൊക്കെ കണ്ട് കുറച്ച് സമയമായിരുന്നു. അയറയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ കാണുന്നതൊക്കെ നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഓണത്തിൻ്റെ പിറ്റേന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് പോകാത്തതുകൊണ്ട് അമ്മയും അമ്മമ്മയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ വരുമ്പോഴുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, തിരക്ക് കാരണം. പിന്നെ വൈകുന്നേരം ട്രെയിനിന് സമയമായപ്പോഴത്തേക്കും ധൃതി പിടിച്ചിറങ്ങുന്നതാണ് ഇത്. റെയിൽവേ സ്റ്റേഷൻ വരെ ഞാനും ഷെറിച്ചനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ട്രെയിനൊക്കെ കയറ്റി വിട്ടിട്ടാണ് തിരിച്ചു വന്നത്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുറത്ത് നിന്ന് ആന്തൂറിയൊക്കെ ബോട്ടിലാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാം മുറിച്ചൊക്കെ എടുത്ത് ബോട്ടിലെല്ലാം വെച്ചുകൊണ്ട് നടക്കുവാണ് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ കുറച്ച് ബ്യൂട്ടീഷ്യൻ പരിപാടിയൊക്കെയാണ്. ഷെറിച്ചൻ മമ്മിക്ക് കാലിൽ നെയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു നെയിൽ പോളിഷൊക്കെ ഇട്ടു. അങ്ങനെ ഞങ്ങൾ ഓണം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ തിരിച്ച് കണ്ണൂരിലേക്ക് വരുന്നത്. അങ്ങനെ വരാനുള്ള പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഒരുവിധം എങ്ങനെയിപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. വീട്ടിൽ നിന്ന് റിക്ഷയിലാണ് റെയിൽവേ സ്റ്റേഷൻ വരെ പോകുന്നത്. രാവിലത്തെ ട്രെയിനിനാണ് ശരിക്കും ബുക്ക് ചെയ്തിരുന്നത്, പക്ഷേ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്യാൻസലായിപ്പോയി. പിന്നെ ഈവനിങ് ഉള്ള ട്രെയിനിൽ ആണ് കേട്ടോ തിരിച്ചു വന്നത്. ഓണം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ നല്ല ഇടയ്ക്കിടെ ബ്ലോക്കായിരുന്നു കേട്ടോ. വണ്ടിയൊക്കെ ആയിട്ട് നല്ല തിരക്കാണ്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ട്രെയിൻ കുറച്ച് ലേറ്റായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറോളം നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടാണ് ട്രെയിൻ കിട്ടിയത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 8:30 ആയപ്പോൾ കണ്ണൂർ എത്തി കേട്ടോ. അവിടെ നിന്ന് ഞങ്ങളുടെ വണ്ടി ഉണ്ടായിരുന്നേ, അതെടുത്ത് അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.